ഒരു തുർക്കിഷ് ചാനൽ കണ്ടിട്ട് ഞാൻ ട്രൈ ചെയ്ത് നോക്കിയ ഒരു കിഡിലൻ റെസിപ്പിയാണ്. അടിപൊളിയാണ് കേട്ടോ. നിങ്ങൾ എന്തായാലും ഉണ്ടാക്കി നോക്കണം. ഇതിലേക്ക് വേണ്ടിയിട്ട് കിഴങ്ങ്, ക്യാപ്സിക്കം, സവോള, കുറച്ച് എല്ലില്ലാത്ത ചിക്കനും വേണം. ഇതിലേക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഉപ്പ്, കോൺഫ്ലവർ എന്നിവ ചേർത്ത് മസാല തേച്ച് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക കേട്ടോ. നന്നായിട്ടൊന്ന് മൊരിപ്പിച്ചെടുക്കുക. ഇതിലേക്ക് ഒരു ക്യാപ്സിക്കത്തിൻ്റെ പകുതിയും സവോളയുടെ പകുതിയും കുറച്ച് ഉപ്പും ചേർത്ത് 2 മിനിറ്റ് വഴറ്റി ഫില്ലിങ് മാറ്റി വെക്കാം. ഉരുളക്കിഴങ്ങ് ഇതുപോലെ നേർ പകുതിയായിട്ട് കട്ടാക്കി എടുത്ത് ഒരു സ്പൂൺ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഒരു കുഴിയാക്കി എടുക്കണം കേട്ടോ. ഞാനിവിടെ ഗോൾഡ് വിന്നറിൻ്റെ റിഫൈൻഡ് സൺഫ്ലവർ ഓയിൽ യൂസ് ചെയ്തിട്ടാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഫ്രൈ ചെയ്തെടുക്കാൻ ആവശ്യമായിട്ടുള്ള ഓയിൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഉരുളക്കിഴങ്ങ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ട് എല്ലാ വശവും ഒന്ന് മൊരിപ്പിച്ച് വേവിച്ചെടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ചിക്കൻ്റെ ഫില്ലിംഗ് ഇട്ട് കൊടുക്കാം. അതിന് മുകളിലായിട്ട് കുറച്ച് മയോണൈസും കുറച്ച് മൊസറല്ല ചീസും കൂടെ ആക്കി കൊടുക്കുക കേട്ടോ. ഇതിലേക്ക് കുറച്ച് വറ്റൽമുളക് പൊടിച്ചതും മല്ലിയിലും കൂടെ ചേർത്ത് പാനിൽ വെച്ച് കൊടുത്തിട്ട് അടച്ച് വെച്ച് ഏറ്റവും ചെറിയ തീയിൽ കുറച്ച് വെള്ളമൊക്കെ ഒന്ന് തളിച്ച് കൊടുത്തിട്ട് ഒന്ന് മെൽറ്റാക്കി എടുക്കാം. അടിപൊളിയാണ്. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, സേവ് ചെയ്യണം. ഒരുപാട് വീഡിയോസിൽ അടിപൊളിയാണെന്ന് റിവ്യൂ ഒക്കെ കണ്ടിട്ടുണ്ടെങ്കിലും കയ്യിൽ കിട്ടി മുട്ട ഒന്ന് ഇട്ട് നോക്കുന്നവരെ ഒരു സമാധാനം ഉണ്ടായിരുന്നില്ല കേട്ടോ. എൻ്റെ ബലമായ സംശയം ഇതിൽ നമ്മൾ മുകളിൽ നിന്ന് മുട്ടയിട്ട് താഴെത്തുമ്പോഴേക്കും അത് പൊട്ടിപ്പോവില്ല എന്നായിരുന്നു. എന്നാൽ എൻ്റെ സംശയങ്ങളൊക്കെ മാറ്റിക്കൊണ്ട് ഒരു കുഴപ്പമില്ല കേട്ടോ. ഒരു മുട്ട പോലും പൊട്ടിപ്പോവില്ല. നല്ല അടിപൊളിയായിട്ട് നമുക്ക് മുട്ട സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും. അപ്പോൾ എൻ്റെ പോലെ സംശയം കാരണം വാങ്ങാത്തവരൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് വാങ്ങിച്ചോളൂ കേട്ടോ. അപ്പോൾ ലിങ്ക് വേണ്ടവർ പേജ് ഫോളോ ചെയ്തിട്ട് ലിങ്ക് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി.